പുതിയ സ്റ്റോറി എന്ന് പറയാമെന്ന് വിചാരിച്ച്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ മറക്കാനാകാത്ത ഒരു 4 വ്യക്തികളുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മളെ സാമ്പത്തികമായിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മളൊരു സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന അവസ്ഥയിൽ നമ്മളെ സഹായിച്ച വ്യക്തികൾ. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ സ്വന്തം അയൽപ്പക്കത്തെ ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന, സ്നേഹിക്കുന്ന എൻ്റെ സ്വന്തം ഒരക്കയുണ്ട്, സുമാക്ക. അക്കയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്തുവാണെന്ന് വെച്ചാൽ 100-ൽ 100 മാർക്കുള്ളൊരു വ്യക്തി. എൻ്റെ ജീവിതത്തിൽ വളരെ സഹായിച്ചൊരു വ്യക്തിയാണ് അക്ക. അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഡയറക്ടറായിട്ടായിരുന്നു, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. പിന്നെ ഞാൻ സ്കൂള് തുടങ്ങിയ സമയത്ത് എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അജയൻ കുവൈറ്റിലാണ്. പിന്നെ വേറൊരു ഫ്രണ്ട് ഷെരീഫ്, അവൻ തെലുങ്കാനയിലുണ്ട്. പുള്ളി അത് ബേക്കറി നടത്തുവാണ്, മലപ്പുറംകാരനാണ്. പിന്നെ ഷെരീഫ്, അജയൻ, പിന്നെ അവർ രണ്ടുപേരും എന്നെ സ്കൂൾ തുടങ്ങാനായ സമയത്ത് സാമ്പത്തികമായിട്ട് സഹായിച്ച വ്യക്തികളാണ്. 2 വ്യക്തികളാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല അവരെയൊക്കെ. പിന്നെ വേറൊരു വ്യക്തി ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി മനോജും അദ്ദേഹത്തിൻ്റെ വൈഫ് അർച്ചിതയും. 2 പേര്. ഞാൻ അവരെ വിളിക്കുന്നത് ദൈവങ്ങളെന്നാണ്, ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളെന്നാണ് അവരെ വിളിക്കുന്നത്. കാര്യം എപ്പോൾ എനിക്കൊരു സാമ്പത്തിക പ്രശ്നം, എന്നെ സഹായിക്കാൻ ആരുമില്ല. എൻ്റെ കുടുംബക്കാരോ എൻ്റെ ഭാര്യ വീട്ടുകാരോ ആരും എന്നെ സഹായിക്കാനില്ല. എന്നെ സഹായിക്കുന്നത് വെളിയിലുള്ളവരാണ്. മനോജും അജിതയും ഇപ്പോഴും ഒരു 2.5 ലക്ഷം രൂപ എനിക്ക് തന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 2.5 ലക്ഷം, എനിക്ക് ഇച്ചിരി പൈസയുടെ ആവശ്യം വന്ന് 2.5 ലക്ഷം രൂപ തന്നു. സ്വർണ്ണമാണ് തന്നത്. ഞാൻ പണയം വെച്ച് 2.5 ലക്ഷം രൂപ എടുത്തു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരിക്കലും സഹായിക്കാത്തതും എൻ്റെ കൂടെ നിൽക്കാത്തതുമായ വ്യക്തി എൻ്റെ വൈഫാണ്. ഒരിക്കലും എന്നെ സഹായിച്ചിട്ടില്ല. ഞാൻ എത്ര ബുദ്ധിമുട്ടി ഏതവസ്ഥയിൽ കൂടെ പോയാലും ചോദിച്ചാലും തരത്തില്ല, അറിഞ്ഞുകൊണ്ടും തരത്തില്ല. എന്തെങ്കിലും ഒരു പൈസയുടെ ആവശ്യം വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ഭദ്രകാളിയെപ്പോലെ തുള്ളിച്ചാടി വരും. അതിൻ്റെ കൂടെ തുള്ളാൻ അവരുടെ അച്ഛനും. എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ബുദ്ധിമുട്ടിച്ചതും എന്നെ സപ്പോർട്ട് ചെയ്യാത്തതും ആയ വ്യക്തിയാണ് അവർ 2 പേരും, എൻ്റെ വൈഫും എൻ്റെ വൈഫിൻ്റെ അച്ഛനും. എൻ്റെ വൈഫിൻ്റെ വീട്ടുകാരെന്ന് തന്നെ പറയാം, അല്ല പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഒരു ഹെൽപ്പും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 1 രൂപയുടെ ഉപകാരം ഉണ്ടാകാത്ത ആളുകളാണ് എൻ്റെ വൈഫും അവരുടെ വീട്ടുകാരും, ഇന്നേ വരെ, നാളിതുവരെ. പിന്നെ ഒരു വീട്ടിൽ ജീവിക്കുന്നു, 2 അന്യരെ പോലെ 2 വ്യക്തികൾ ജീവിച്ചു പോകുന്നു, ഒരു ജീവിച്ച് തീർക്കുന്നതിന് വേണ്ടി. അതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം അതാണ് ജീവിതം. നമ്മളൊക്കെ ഒരു ജീവിതത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ വളരെ വലിയ അഭിലാഷങ്ങളും നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ വീഴ്ചയിൽ കൂടെ നിൽക്കും, നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടെ നിൽക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടെ വരും, രോഗങ്ങൾ വരുമ്പം കൂടെ നിന്ന് പരിചരിക്കും. ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതം. എൻ്റെ ജീവിതം ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു. ഇന്നും അങ്ങനെ തന്നെ. ആഹാരം സ്വന്തമായിട്ട് വല്ലതും ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ഇല്ലെങ്കിൽ വെളിയിൽ പോയി എന്തെങ്കിലും കറി മേടിച്ചുകൊണ്ട് വന്ന് ചോറിൻ്റെ കൂടെ കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇങ്ങനൊരു റൂട്ടീൻ ലൈഫ്. അല്ല വേറെ ഒരു കാര്യങ്ങളുമില്ല ജീവിതം എന്ന് പറയാൻ. സന്തോഷമെന്നോ അല്ലെ സമാധാനമെന്നോ അല്ലെങ്കിൽ
എന്താ പറയണ്ട, ഒരു ലൈഫെന്നോ ഒന്നും പറയാനില്ലാത്തൊരു ജീവിതം. ഇപ്പോഴൊക്കെ എങ്ങനെയും ഭൂമി വിട്ടു പോകണം എന്നുള്ള ആ ചിന്തയിലെത്തിയിരിക്കുന്ന ഒരു ജീവിതം. ജീവിച്ചൊക്കെ മതിയായി, ഇനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ജീവിച്ച് മതിയായി. തീർച്ചയായും മതി. അത് ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ച് മതിയായി. എനിക്കൊരു 2 കാര്യങ്ങളുണ്ടായിരുന്നു, അത് സാധിച്ചു. എൻ്റെ പെങ്ങന്മാർക്ക് വീട്ടിലെ ഷെയർ കൊടുക്കണമായിരുന്നു. അതെൻ്റെ കസിൻ സിസ്റ്റർ അവൾ ക്യാഷ് വന്ന് അവർക്ക് 2 പേർക്കും കൊടുത്തു. ബാക്കിയുള്ളത് അവിടെ കിടപ്പുണ്ട്. അത് എൻ്റെ പെങ്ങന്മാർക്ക് പൈസ കൊടുക്കണം, ആരുടെയെങ്കിലും ഇങ്ങനെ മേടിച്ചോ പറമ്പ് വിറ്റോ മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമായിരുന്നു. അത് നടന്നു. അല്ലാതെ എനിക്ക് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ജീവിതം ജീവിച്ചു പോകുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കൂടെ നിൽക്കുന്ന വ്യക്തികളും നമ്മളെ തള്ളി താഴോട്ടിട്ട വ്യക്തികളുമായ ആളുകൾ ആരൊക്കെയാണെന്ന് ഇപ്പം ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൽ നമുക്കിങ്ങനെ ഒരു ജീവിതത്തിലൊരു നിരാശ, നമുക്കിനി ജീവിക്കണ്ട എന്നൊക്കെ തോന്നണമെങ്കിൽ അതിനൊക്കെ കാരണങ്ങളുണ്ടായിട്ട് തന്നെയാണ്. ഇല്ലെങ്കിലെങ്ങും ആരും ഈ മനോഹരമായ ഭൂമി വിട്ടു പോകണമെന്നൊന്നും ആരും ആഗ്രഹിക്കത്തില്ല. എന്തിന് ജീവിക്കണം? എന്തു ലൈഫ്? നമുക്കിന്നേ വരെ എല്ലാവരും കല്യാണം കഴിച്ച്, ഞാനും കല്യാണം കഴിച്ചു. എല്ലാവർക്കും മക്കളുണ്ട്, എനിക്കൊരു മക്കളുണ്ട്, അത്രയേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ജീവിച്ചു പോകുന്നു, ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് 1 രൂപയുടെ ഉപകാരമില്ലാത്ത, ഇന്നേ വരെ 1 രൂപയുടെ ഉപകാരമില്ലാത്തതാണ് എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി. എൻ്റെ കുടുംബം മീൻസ് ഞാൻ, എൻ്റെ വൈഫ് ഉൾപ്പെടുന്ന കുടുംബം. അപ്പോൾ ഇതൊക്കെയല്ല ജീവിതം എന്നെനിക്ക് നന്നായിട്ടറിയാം. എനിക്കൊരു രൂപ വേണം, അല്ലെങ്കിൽ എനിക്കൊരു 1,00,000 രൂപ ആവശ്യമുണ്ട്, 50,000 രൂപ ആവശ്യമുണ്ട് എന്ന് പറയുമ്പം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഭദ്രകാളിയായി അവതരിച്ചു. അവരുടെ അച്ഛൻ അപ്പം രാക്ഷസനായി അവതരിച്ചു. കൂടെ വന്ന് നമ്മളെ അപഹാസ്യപ്പെടുത്തുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമായിട്ടുള്ള 2 വ്യക്തികളാണ് ഇവർ 2 പേരും. പക്ഷേ അതിന് പകരമായിട്ട് എനിക്ക് ദൈവം മറ്റുള്ളവരെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു വാക്ക് മതി. എനിക്ക് 1,00,000 രൂപ ഇപ്പം വേണം, ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്നൊന്ന് ചോദിച്ചാൽ വിത്തിൻ 10 മിനിറ്റ്സിൽ അതിനുള്ള സൊല്യൂഷൻ, അതിനുള്ള മാർഗം, അതിനുള്ള സോഴ്സ് എനിക്ക് തരുന്ന വ്യക്തികളാണ് എൻ്റെ ഫ്രണ്ട്, എൻ്റെ മനോജും എൻ്റെ അജിതയും. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് അവർക്കൊന്നും തിരിച്ചു കൊടുക്കാനൊന്നുമില്ല. എനിക്ക് സ്നേഹമുള്ള, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് 2 പേർക്കും, അവരുടെ അമ്മയ്ക്കും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഉള്ളഴിഞ്ഞ് സ്നേഹം കൊടുക്കാം. അല്ലാതെ അവർക്ക് കൊടുക്കാനായിട്ട് ഒന്നും എൻ്റെ കയ്യിലില്ല. കാര്യം എൻ്റെ കയ്യിലൊന്നും ഇല്ല, അത് തന്നെ കാരണം. പക്ഷെ അവരെല്ലാം തന്നിട്ടുണ്ട്, ഇഷ്ടത്തിന് തന്നിട്ടുണ്ട്, ഒത്തിരിയും തന്നിട്ടുണ്ട്. ഈ 2 വ്യക്തികൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവരെൻ്റെ കയ്യിൽ നിന്നൊന്നും ആശിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. നമ്മളെന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും, എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ പോലും വേണ്ട, നീ ഹാപ്പി ആയിട്ടിരിക്കുക, നിൻ്റെ സങ്കടം മാറ്റു, നീ സങ്കടപ്പെടരുത് എന്ന് പറയുന്ന വ്യക്തികളായിരുന്നു എൻ്റെ അജയനു, ഷെരീഫ്, അല്ലെ മനോജ്, അജിത. ഈ 4 പേരും അതാണ് പറയുന്നത് എപ്പോഴും. നീ സങ്കടപ്പെടരുത്, നീ സന്തോഷമായിട്ടിരിക്കുക, നിന്നെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. ഈ 4 വ്യക്തികൾ എൻ്റെ സുമാക്കെ എൻ്റെ ചെറുപ്പകാലത്തിൽ ഒത്തിരി സഹായിച്ചതാണ്. ഞാൻ വലുതായതിന് ശേഷം പിന്നെ അത് മോശമാണ്, ഒക്കെയോട് വല്ലതും ചോദിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വരുമാനം ഇല്ലാത്ത സമയത്തെല്ലാം സഹായിച്ച വ്യക്തിയാണ്. പക്ഷേ എനിക്ക് വരുമാനം വന്നതിന് ശേഷം ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്കാർക്കും ലക്ഷങ്ങൾ, 3 ലക്ഷം 4 ലക്ഷം ഒന്നും ശമ്പളമില്ല. അപ്പോൾ ആ ചുരുങ്ങിയ ലൈഫിനകത്ത് ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴും കൂടെ നിന്ന് സഹായിക്കാൻ 4 വ്യക്തികളുണ്ടായിരുന്നു. ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ 2 പേരെ ഞാൻ അജയനെയും ഷെരീഫിനെ ഇപ്പം അങ്ങനെയൊന്നും ബുദ്ധിമുട്ടിക്കാറില്ല, ചോദിക്കാറില്ല. അതൊക്കെ ആവശ്യമില്ല. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു പോയി, ആ സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോൾ ഇപ്പം ബുദ്ധിമുട്ടിക്കുന്ന 2 വ്യക്തികളാണ് എൻ്റെ അജിതയും എൻ്റെ മനോജും. അവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ജീവിച്ചിരിക്കുന്ന സമയം വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ എനിക്കില്ല. ഇത്രയും കാര്യങ്ങൾ ഇതൊരു കുറ്റമൊന്നും പറഞ്ഞതല്ല. നമ്മുടെ ലൈഫ്, ഓരോരുത്തരുടെ ലൈഫൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഈ പുറമേ കാണുന്നതല്ല ലൈഫെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുകയാണ്. ചിരിക്കുന്ന മുഖത്തിൻ്റെ പുറകിൽ, ചിരിക്കുന്ന ഫേസിൻ്റെ പുറകിൽ വളരെ വേദനയാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ വേദനയുള്ള ജീവിതമായിരിക്കും അത്. നമുക്കെല്ലാവർക്കും അറിയാമെന്ന്, നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ഒത്തിരിയും ചിരിക്കുന്ന ആളുകളുടെ പുറകിൽ ഒത്തിരിയും വിഷമങ്ങളുണ്ടെന്ന്. ഞാൻ ഒത്തിരിയും ചിരിക്കുന്ന ആളാണ്. എനിക്ക് അവസരം കിട്ടുന്ന സമയമൊക്കെ ചിരിക്കും. എന്തിന് നമ്മൾ ദുഃഖിച്ചിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷേ ബുദ്ധിമുട്ടുകളിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ജീവിതം മതിയാക്കാൻ ഉള്ള തീരുമാനങ്ങളിൽ എത്തിത്തുടങ്ങി. എന്തിനിയും മുമ്പോട്ട് പോകണം എന്നുള്ളൊരാലോചനയും വന്നു തുടങ്ങി. അത് വേണം വേണ്ട എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിക്കുന്നത്. മുമ്പോട്ടുള്ള ജീവിതം മതിയാക്കാം, ഇനി ഇത്രയും മതി. എന്തിന് ജീവിക്കാം? ഇപ്പം നമ്മുടെ ശരീരമൊക്കെ നല്ല സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്. ഈ സമയത്തൊക്കെ അങ്ങ് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ പ്രായമായി വല്ലും പൊഴിഞ്ഞ് സൗന്ദര്യമൊക്കെ പോയി കഴിയുമ്പം പോകുന്നതിലും നല്ലതല്ലേ നേരത്തെ തന്നെ പോകുന്നത്. അത് എൻ്റെ ഒരു തീരുമാനമാണ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. കാര്യം ആ ലെവലിലോട്ടൊക്കെ മനസ്സ് മാറണമെങ്കിൽ അതിനകത്തൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ടായിട്ടായിരിക്കുമല്ലോ അങ്ങനെ മാറുന്നത്. അപ്പം ഇതാണ് ജീവിതം. വെറും പൊള്ളയായ ഒരു ജീവിതം, വെറും സീറോ ആയ ഒരു ജീവിതം. എന്നാൽ പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, പക്ഷെ അകത്ത് നോക്കുമ്പോൾ ഒന്നുമില്ല. സത്യമാണ്. അത് ഞാൻ ആത്മാർത്ഥയോട് തന്നെ പറഞ്ഞ കാര്യമാണ് ഇത്. പിന്നെ എപ്പോഴാണ് ദൈവം വിളിക്കുന്നതെന്ന് വെച്ച് പോകാൻ തീരുമാനിച്ചിരിക്കുവാണ്. ഒരു ആക്സിഡൻറ്റോ, പക്ഷെ ഞാൻ സൂയിസൈഡ് ചെയ്യാനൊന്നും താല്പര്യപ്പെടുന്നില്ല. അതൊക്കെ നേരത്തെ ചിന്തിച്ചിരുന്ന കാര്യമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇനിയും ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിരിക്കും. ഒരു കാർ ആക്സിഡൻറ്റോ, ഒരു സ്കൂട്ടി ആക്സിഡൻറ്റോ, ഒരു ബൈക്ക് ആക്സിഡൻറ്റോ. എൻ്റെ വണ്ടിയിൽ സ്വന്തമായിട്ട് പോകുമ്പോൾ അത് പ്രകാരം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മരിക്കുമായിരിക്കും. അങ്ങനെ നല്ല ആരോഗ്യത്തോട്ടിരിക്കുമ്പം തന്നെ എൻ്റെ അയലത്തുകാരായ ഞങ്ങളുടെ രാജേഷണ്ണനും സുജിയണ്ണനും, എനിക്ക് സുജിയണ്ണനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു, രാജേഷണ്ണൻ വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ ഗൗരിയമ്മയുടെ അടുക്കലോട്ടും ചെല്ലപ്പൻ്റെ അടുക്കലോട്ടും എൻ്റെ മണിക്കുഞ്ഞമ്മയുടെ അടുക്കലോട്ടും ഒക്കെ പോകാം എന്നൊരാഗ്രഹമുണ്ട്. ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു തമാശയായിട്ട് തോന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും വട്ട് വിളിച്ച് പറയുവാണെന്ന്. പക്ഷേ അത് ഫാക്റ്റാണ്, സത്യമാണ്.